കഴിഞ്ഞ രണ്ട് ലോക്സഭകളിലും സഭയൊന്ന് നിർത്തിവെക്കാൻ അല്ലെങ്കിൽ സഭയൊന്ന് അഡ്ജോൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പെട്ട പാട് ഞങ്ങൾക്കറിയാം. മണിക്കൂറുകളോളം മുദ്രാവാക്യം വിളിക്കണം, മണിക്കൂറുകളോളം നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിക്കണം, പ്ലക്കാർഡ് ഉയർത്തി കാണിക്കണം ഒക്കെ ആയിരുന്നു കഴിഞ്ഞ 10 വർഷം. എന്നാൽ ഇന്നത്തെ അഡ്ജോൺമെന്റ് രാവിലെ 11 മണിക്ക് സഭ സമ്മേളിച്ച് നീറ്റിന്റെ വിഷയം രാഹുൽ ഗാന്ധി റൈസ് ചെയ്ത് സ്പീക്കർ അനുവദിക്കാതിരുന്നപ്പോൾ റൈസ് ചെയ്ത് സമയം കൊടുക്കാതിരിക്കുകയും 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തപ്പോൾ കടന്നൽ കൂട്ടില് ഇങ്ങനെ കല്ലെറിഞ്ഞതുപോലെ എൻ്റെ പ്രതിപക്ഷം അടിയണീറ്റ് ബെല്ലിലേക്ക് വന്നു. വിത്തിൻ സെക്കൻഡ് ലോക്സഭ കടന്നലുകളൊക്കെ പോലെ പ്രതിഷേധിച്ചെന്നാണ് വിത്തിൻ സെക്കൻഡ് ലോക്സഭ സ്പീക്കർ അഡ്ജോൺ ചെയ്തുകൊണ്ട് ചേംബറിലേക്ക് പോയി. 12 മണിക്ക് വീണ്ടും സഭ സമ്മേളിച്ചപ്പോൾ അതേ സ്ഥിതി തന്നെ ഉണ്ടായി. അതായത് വിത്തിൻ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബംഗാളിൽ നിന്നുള്ള ഒരു മെമ്പർ ലോക്സഭാ അംഗം സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വീണ്ടും രാഷ്ട്രപതി പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച അതിനുവേണ്ടി സ്പീക്കർ കടക്കുമ്പോൾ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വന്നു. വിത്തിൻ 2 മിനിറ്റ്സ് സഭ നിർത്തിവെച്ചു. ഇനിയിപ്പോ തിങ്കളാഴ്ച എങ്ങനെയായിരിക്കും? തിങ്കളാഴ്ച ഞങ്ങൾ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കും. ഇന്നത്തെ ദിവസം നീറ്റിന് വേണ്ടി ചർച്ച ചെയ്യണം, നീറ്റ് ഇഷ്യൂ ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഡിമാൻഡ്. താങ്ക് യു. എന്തായാലും തിങ്കളാഴ്ച നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് വിഷയങ്ങൾ ഉന്നയിക്കും. ഇന്ന് പക്ഷേ നീറ്റായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, അതിന് അനുവദിച്ചില്ല സ്പീക്കർ എന്നതാണ് കൊടുക്കുന്ന സുരേഷ് എം പി പറയുന്നത്.